ഫസ്റ്റ് സെം ബികോം BBA കോമൺ കോഴ്സ് മലയാളത്തിലെ കുടകുറിപ്പുകൾ എന്നുള്ള യാത്രാ വിവരണത്തിൻ്റെ റിവിഷൻ ക്ലാസ്സാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. N. പ്രഭാകരനാണ് കുടകുറിപ്പുകൾ എന്ന് പറയുന്ന ഈ യാത്രാ വിവരണം എഴുതിയത്. ഒരു യാത്രാ വിവരണം എന്ന് അല്ല, ശരിക്കും ആ കുടകിൻ്റെ വഴികളും അവിടുത്തെ ചരിത്രമാണ് കൂടുതലായിട്ടും അദ്ദേഹം ഇതിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ 1985 മെയ് മാസത്തിലാണ് അദ്ദേഹം ഈ യാത്രയ്ക്കായി പുറപ്പെട്ടത് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ അധ്യായം ദൈവത്തിൻ്റെ വഴിയിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് മന്ദപ്പൻ എന്ന് പറയുന്ന ആ ഒരാൾ, പിന്നെ കതിനൂർ വീരനായി മാറിയ ആ ഒരു കഥയാണ് അവതരിപ്പിക്കുന്നത്. ആ ഭാഗത്ത് കതിവന്നൂർ വീരൻ കെട്ടലും അതേപോലെ തന്നെ അതിൻ്റെ പാട്ടായിട്ടുള്ള തോറ്റം പാട്ടുകൾ, ആ തോറ്റം പാട്ടിൽ പറയുന്ന വഴികൾ, ഇതിനെക്കുറിച്ചൊക്കെ അവിടെ വിവരിക്കുന്നുണ്ട്. കുടകിലെ കതിവന്നൂർ വരണമെന്ന് ദൈവം തന്നെ നേരിട്ട് കൽപ്പിച്ചു എന്നാണ് വിശ്വാസം. ഇനി അടുത്തത് കാഞ്ഞിരക്കൊല്ലിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കറുപ്പ് വിഴുങ്ങിയതുപോലെ കിടക്കുന്ന നിരുന്മേഷമായിട്ടുള്ള ഒരു ഗ്രാമമായിരുന്നു 80കളിലെ കാഞ്ഞിരക്കൊല്ലി എന്നാണ് പറയുന്നത്. കരിമ്പാലന്മാരാണ് കാഞ്ഞിരക്കൊല്ലിയിലെ ആദിമ നിവാസികൾ. മുളയും പുല്ലും കൊണ്ടുണ്ടാക്കിയ ചെറിയ കുടിലുകളിൽ കൊട്ടയും വട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ശാന്തജീവിതമാണ് അവരത്. 60കളുടെ അവസാനം തൊട്ട് ക്രിസ്ത്യൻ കുടിയേറ്റക്കാരെത്തി. പക്ഷേ വളരെ പേരൊന്നും ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചില്ല. എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടും എങ്ങനെയെങ്കിലുമൊക്കെ വന്നുപെട്ടാൽ തന്നെ ജീവിതം നിലനിർത്തി പോകാനുള്ള വൈഷമ്യവും സ്വതേ സാഹസികരായ കുടിയേറ്റക്കാരെ പോലും തളർത്തിക്കളയും വിധമായിരുന്നു. പിന്നെ ഈ വിരസതയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കാഞ്ഞിരക്കൊല്ലിക്കാർ ഉപയോഗിച്ചിരുന്നത് മദ്യമാണ് എന്ന് പറയുന്നുണ്ട്. NS എന്നുള്ള ചുരുക്കപ്പേരിലുള്ള നാടൻ ചാരായമാണ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് പറയുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉള്ള കശുവണ്ടി കള്ളക്കടത്തിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ കശുവണ്ടി കള്ളക്കടത്തിന് പോകുന്നവർക്ക് ഇഷ്ടം പോലെ കാശും അവരുടെ മറ്റ് ആവശ്യങ്ങളും കപ്പയും ഇറച്ചിയും ചാരായും അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമായിരുന്നു കുടക് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് നിന്ന് ഇഷ്ടം പോലെ കാട്ടുവഴികൾ കേരളത്തിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ കാഞ്ഞിരക്കൊല്ലിയെ കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കാഞ്ഞിരക്കൊല്ലിയിൽ ഒരു കശുവണ്ടി ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു 1985. ബംഗ്ലാവ് എന്നാണ് അതിനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ 2 എക്സൈസ് ഇൻസ്പെക്ടർമാരാണ്, ചെക്ക് പോസ്റ്റ് ഇൻസ്പെക്ടർമാർ ആയിരുന്നു അവിടെ താമസം ഉണ്ടായിരുന്നത്. ദാമു, ഉണ്ണി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഇൻസ്പെക്ടർമാർക്ക് പരിചയം ഉണ്ടായിരുന്നു, അവിടുത്തെ ആളുകളൊക്കെ നല്ല പരിചയമായിരുന്നു. അപ്പോൾ 2-3 ആളുകളെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഒരു ഫിലിപ്പ് ചേട്ടൻ, അതേപോലെ ബേബി, പിന്നെ പൈലിച്ചേട്ടൻ, അവരെയൊക്കെ. അതിൽ ഫിലിപ്പ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കുരിശ് വരച്ച് കാണിക്കുന്ന ആളാണ്. 18കാരനായിട്ടുള്ള ബേബി ഒരു പാമ്പിനെ വെടിവെച്ചു കൊന്ന ഓർമ്മകൾ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് വിവരിക്കുന്ന ആളാണ്. പൈലിച്ചേട്ടനാണെങ്കിൽ 2-3 കഞ്ചാവ് ബീഡി ഒന്നിച്ച് വലിച്ച് ഈറ്റ വെട്ടാനായിട്ട് കാട്ടിൽ പോയാൽ പിന്നെ കുറേ ദിവസത്തിന് തിരിച്ചു വരാത്ത ആളാണ്. ഇങ്ങനെ അവിടുത്തെ വിചിത്ര സ്വഭാവക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് ഈ ഇൻസ്പെക്ടർമാർ പറഞ്ഞു തന്നു എന്ന് പറയും. ഇനി പൈലിച്ചേട്ടനെ കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന് കാടിനോട് ഭയങ്കര സ്നേഹമാണ്. കാട്ടിലെ നിയമങ്ങളൊക്കെ അറിയുമെങ്കിലും അദ്ദേഹം അവിടുത്തെ നിയമങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് ചിലപ്പോഴൊക്കെ ശിക്ഷ ഏൽക്കേണ്ട അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവും തന്നെ ഇല്ലാതെ കാടിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. കഞ്ചാവും മദ്യവും കഴിഞ്ഞാൽ പിന്നെ വേട്ടയാടലായിരുന്നു കാഞ്ഞിരക്കൊല്ലിയിലെ പുരുഷന്മാരുടെ പ്രധാന ലഹരി എന്ന് പറയാം. അപ്പോൾ അവിടെ അടിയന്തരാവസ്ഥ കാലത്ത് തോക്ക് കണ്ടുകെട്ടാനുള്ള ഓർഡർ വന്നപ്പോഴാണ് ഇത്രയധികം കള്ളത്തോക്കുകൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഒരു 20 കൊല്ലം മുമ്പ് കാഞ്ഞിരക്കൊല്ലിയിൽ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് കുറേ ദിവസം നിന്ന് കറങ്ങാൻ പറ്റിയ യാതൊന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. 1-2 ദിവസം നിൽക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന് വനത്തിലൂടെ നടന്ന് കുടക് കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്നത് ദാമു, ഉണ്ണി, ബക്കളം ദാമോദരൻ, ബേബി, പിന്നെ നമ്മളുടെ ലേഖകനായിട്ടുള്ള N. പ്രഭാകരൻ. അപ്പോൾ ഇത്രയും ആളാണ്
കുടക് കാണാനായിട്ട് ഇങ്ങനെ കാട്ടിൽ കൂടെ നടന്നു പോകാനായിട്ട് തീരുമാനിച്ചത് കാഞ്ഞിരക്കൊല്ലിയിൽ നിന്ന്. അപ്പോൾ കരിമ്പാലന്മാരുടെ കുടിലുകൾക്ക് മുന്നിലൂടെ അങ്ങനെയാണ് ഇവരുടെ നടത്തം. അപ്പോൾ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബേബി പറഞ്ഞു ഇപ്പോൾ ഉള്ള പോലെയല്ല, കുറച്ചങ്ങോട്ട് ചെന്നാൽ നല്ല ബുദ്ധിമുട്ടാണ് നടക്കാൻ. അപ്പോൾ കുറച്ച് അവിലും വെല്ലവും തേങ്ങയൊക്കെ വാങ്ങി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ അതൊക്കെ ആയിട്ട് പോവുകയാണ്. ഇപ്പോൾ ചിറ്റാരി അത് അവസാനിക്കുന്നിടത്ത് ഉടുമ്പപ്പുഴ. അപ്പോൾ ആ ഉടുമ്പപ്പുഴയിൽ ഇറങ്ങിയിട്ടാണ് മന്തപ്പൻ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് ഉടുമ്പയിൽ അമ്മയ്ക്ക് തേങ്ങ എറിഞ്ഞു എന്നാണ് വിശ്വാസം. അങ്ങനെ ഇവർ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു പാറക്കെട്ടും ഒരു കായവും ഒക്കെ കാണുകയാണ്. പിന്നെ പുഴ കടന്ന് ഏതാനും ചുവടുകൾ അങ്ങനെ പോയപ്പോൾ ഒരു ഫോറസ്റ്റ് പോലീസിൻ്റെ താവളം കണ്ടു. അപ്പോൾ അവിടുന്ന് കുറച്ച് നായ്ക്കൾ ഇവരുടെ നേരെ വന്നു. അപ്പോൾ ആ ഫോറസ്റ്റ് പോലീസുകാരുടെ കൂടെ അവർ ചോറുണ്ട വളരുന്ന നായ്ക്കളാണ്. അപ്പോൾ കുര കേട്ടിട്ട് പോലീസുകാരനും ഇറങ്ങി വന്നു. അപ്പോൾ ഇവർ കുടകിൽ പോകാനാണ്, ചെക്ക് പോസ്റ്റിലെ ആൾക്കാരാണ് എന്ന് ബേബി പറഞ്ഞപ്പോൾ അവർ പോകാനായിട്ട് സമ്മതിക്കുകയാണ്. നടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ വലിയ വലിയ മരങ്ങൾ കാണാനായി. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി പോയി പാതിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പാതിപ്പാറ എന്ന് പറയുന്നത് മലഞ്ചെരുവിലുള്ള വഴിയിലൂടെ ഇവരെ പാതി ദൂരം പിന്നിട്ടു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് പറയും. അപ്പോൾ പാതിപ്പാറയിൽ ഒരൊറ്റയാൻ എപ്പോഴും ഉണ്ടാവലുണ്ട് എന്ന് പൈലിച്ചേട്ട ആദ്യം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവർ നടക്കുന്ന വഴിയിൽ ആനപ്പിണ്ടം കാണുകയും ചെയ്തു. അപ്പോൾ അത് ഇവർക്ക് പേടിയുണ്ടാക്കി. അപ്പോൾ പോണ വഴിയിൽ കാട്ടുകോഴിയുടെയും കാട്ടാടിൻ്റെയും ഒക്കെ കാൽപ്പാടുകളൊക്കെ അവരിങ്ങനെ കാണുന്നുണ്ട്. കുറച്ച് ദൂരം നടന്നപ്പോഴേക്കും ഇവരാകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അവരൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ചിട്ട് കുറേ തെറിപ്പാട്ടുകളൊക്കെ പാടിയിട്ടാണ് പിന്നെ ആ നടത്തത്തിൻ്റെ ആയാസം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നടന്നത്. അപ്പം അങ്ങനെ കുറച്ച് ദൂരം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഇങ്ങനെ ഒരു തുറസ്സായിട്ടുള്ള പുല്ലുകൾ മാത്രമുള്ള ഒരു പ്രദേശം കണ്ടു. അപ്പോൾ അവിടെ ഇരുന്നിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ള അവിലും തേങ്ങയൊക്കെ കഴിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ പടവുകളെ വെട്ടിയ പുരാതനമായിട്ടൊരു കൽപ്പാത കണ്ടു. ആ പയ്യാവൂർ ഉത്സവത്തിന് കുടകരെ കാളപ്പുറത്ത് അരിയുമായി വരുന്ന വഴിയാണത്. അപ്പോൾ എന്നോ ആരംഭിച്ച കുടകു മലയാളി ബന്ധത്തിൻ്റെ അനേകം അടയാളങ്ങളിലൊന്ന് എന്ന് പറയണം. അപ്പോൾ ആ കൽപ്പാതയും കയറി ചെന്നപ്പോൾ അതാ തൊട്ടപ്പുറത്ത് ഒരു മരം. അപ്പോൾ അതാണ് തലേദിവസം അവർ കണ്ടിട്ടുണ്ടായിരുന്ന ഒറ്റ മരം. അപ്പം അങ്ങനെ കുടകിലേക്ക് അവർ എത്തിയെന്ന് അർത്ഥമായി. കുറച്ച് ദൂരം കൂടി ചെന്നപ്പോഴേ കുട്ടികളിങ്ങനെ ആർത്ത് വിളിക്കുന്നത് കണ്ടു. അപ്പോൾ അവിടെ ആ ഒരു ആർത്തുവിളിയാണ് അവരെ കുടകിലേക്ക് സ്വാഗതം ചെയ്തതെന്ന് പറയും. അപ്പോൾ കാലി മേയ്ക്കുന്ന കുട്ടികളാണ് അവിടെ അവരെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വഴിയരികിൽ ഒരു കനാലിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരുന്ന ലുങ്കിയും ഫുൾ ഷർട്ടും ധരിച്ച സ്ത്രീകളെയും അല്പവസ്ത്രരായ പുരുഷന്മാരെയൊക്കെ കണ്ടു. അപ്പോൾ പണിക്കാരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മേസ്തിരിയുടെ മട്ടും പാവുള്ള കാക്കി ട്രൗസറും കാക്കി ഷർട്ടും ധരിച്ചൊരു മനുഷ്യനും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്നവരോട് ഇവർ ചെയ്യണ്ടനയിലേക്കുള്ള വഴി ചോദിച്ചു. ബേബിക്ക് വഴി അറിയാനിട്ടില്ല, പക്ഷേ കുടകു നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെട്ട് തുടങ്ങുന്നതിനുള്ള എളുപ്പവഴി അങ്ങനെ ഒരു ചോദ്യമാണെന്ന് അവർ അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അപ്പോൾ ആ പേര് ചോദിച്ച ആളുടെ പേര് കറുത്തൻ എന്നാണ്. അപ്പോൾ കുടിച്ച് പിപ്പിരിയായിട്ടുള്ള ആളാണ് കറുത്തൻ. എന്നിട്ടും കാക്കി ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാളെ കുപ്പിയെടുത്ത് തുറന്ന ഒരു കവിലുള്ളത് വായിലേക്ക് ഒഴിക്കുന്നത്. കേരളവും കർണാടകവും കാശ്മീരും എല്ലാം തനിക്ക് ഒരുപോലെയാണ് ഇന്ന് മലയാളവും കർണാടകവും ഹിന്ദിയൊക്കെ കൂട്ടിക്കലർന്ന ഭാഷയിൽ കറുത്തൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ വെറൊരു കുടിയനല്ല, സർവീസിലിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ സെക്യൂരിറ്റി സ്റ്റാഫിലുണ്ടായിരുന്നു. രാജീവ് ഗാന്ധിയെ ഞാൻ ഈ ചുമലിലിട്ട് നടന്നിട്ടുണ്ടെന്നൊക്കെ അയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അപ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ 1000 ആനകളെ ചിഹ്നം വിളിച്ചെത്തുന്നത് പോലെ എന്നാണ് കുടകിലെ മഴയെക്കുറിച്ച് പറയാൻ പറ്റുക എന്ന് പറയാം. അപ്പോൾ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തെങ്ങും ഒരു വീടോ മരമോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കറുത്തനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ ആടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പെട്ടെന്ന് അയാളുടെ ഒരു നിൽപ്പ് നിന്നു. എന്നിട്ട് ആർത്ത് പെയ്യുന്ന മഴയെ കൂസാതെ ആ പഴയ പട്ടാളക്കാരൻ വെടിവെപ്പ് തുടങ്ങി. ഏതോ ഒരു ഉൾക്കാഴ്ചയിൽ ഉഗ്രവീര്യനായി തീർന്നു അയാൾ എന്ന് പറയാം. അപ്പോൾ സങ്കല്പത്തിൽ താൻ കയ്യിലേന്തിയ തോക്കിൻ്റെ കാഞ്ചി പിന്നെയും പിന്നെയും വലിക്കുന്ന കറുത്തന് മേലെ അയാളെ കണ്ടു നിൽക്കുന്ന ഞങ്ങൾക്കു മേലെ കുടകു മഴ കോരിച്ചെരിഞ്ഞു എന്ന് ലേഖകൻ അങ്ങനെ ആലങ്കാരിക ഭാഷയിൽ പറയും.
ഇപ്പോൾ www.travelkurag.com എന്നുള്ള ഒരു വെബ്സൈറ്റ്. അപ്പോൾ അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയാണ്, കുടക് ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കുറ്റം പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇതൊരു അതിശയോക്തിയല്ല, ഒരു മുന്നറിയിപ്പാണ് എന്ന് പറയണം. അതായത് ഒരിക്കൽ കുടക് കാണാൻ പോയി ഒരാൾക്ക് പിന്നെയും അങ്ങോട്ട് പോകണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അപ്പോൾ ഓരോ ദിവസവും ഞാൻ കുടകുമായി അടുത്ത പ്രണയത്തിലായിരുന്നു. അയർലൻഡിലെ എൻ്റേതായ ചെറിയ ഭൂവിഭാഗത്തിനു വെളിയിൽ സന്തോഷപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി സ്ഥിരമായി തിരഞ്ഞെടുക്കാമെന്ന് എനിക്ക് സങ്കല്പിക്കാനാവുന്ന ഒരേ ഒരിടം കുടകാണ് എന്ന് ദർവല മർഫി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ കൊടുത്തിരിക്കുകയാണ്. വിഖ്യാതമായിട്ടുള്ള സഞ്ചാര സാഹിത്യകാരിയുടെ ഓണേം ഷൂസ്ട്രിങ് ടു കുടക് എന്ന ഗ്രന്ഥത്തിൻ്റെ ഏറിയ ഭാഗവും വികാരപൂർണ്ണമായിട്ടുള്ള കുടക് സ്മൃതികളുടെ സമാഹാരങ്ങളാണ്. അപ്പോൾ ലോക സഞ്ചാരിയായിട്ടുള്ള നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് പുള്ളിമാൻ്റെ ആരംഭത്തിൽ സ്വയം മറന്ന പോലെ കുടകിനെ കുറിച്ച് വാചാലനായി പറയുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ ഈ വിവരണത്തിലെ അലങ്കാര പ്രയോഗങ്ങളൊക്കെ ഇന്നത്തെ നിലയിൽ ഇത്തിരി ഒത്തിരി താല്പര്യമില്ലായ്മ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ വസ്തുതകളുടെ കാര്യത്തിൽ അദ്ദേഹം എന്തെങ്കിലും അസത്യം പറഞ്ഞതായിട്ട് തോന്നുന്നില്ല എന്നും കൂടി ഇവിടെ ലേഖകൻ കൂട്ടിച്ചേർക്കുക. പിന്നെ കുടകിലെ പ്രകൃതി സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത്. കുന്നിൻനിരകളും കരിമ്പാറക്കെട്ടുകളും പാതാളത്തിലേക്ക് പാടി നോക്കുന്ന കൊല്ലികൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അമ്പലങ്ങൾ, ഊടുപാതകൾ, രൂക്ഷ സ്വഭാവക്കാരായിട്ടുള്ള പുരുഷന്മാർ, പുല്ലുമേഞ്ഞ മനകൾ, പച്ചപിടിച്ച നെൽവയലുകൾ, ദേവതമാരെ പോലെയുള്ള വനിതകൾ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, പിന്നെ ദക്ഷിണേന്ത്യയിലെ യക്ഷി സാമ്രാജ്യമാണ് കുടക്. മൈസൂറിൻ്റെയും മലബാറിൻ്റെയും കർണാടകത്തിൻ്റെയും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കൊച്ചു നാട് എന്ന് കുടകിനെ കുറിച്ച് പറയും. പിന്നെ കുടക് വിവാഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ദാനാതരം വർണ്ണപ്പകിട്ടുള്ള സാരികൾ പൊഞ്ഞ സ്ത്രീരൂപങ്ങൾ ഒന്നിച്ചങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ അത് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ചയാണ്, ഒരു മനുഷ്യവസന്തം ഉണ്ടായ പോലെയാണെന്നൊക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിരാജ്പേട്ടയിലും ഗോണിക്കൊപ്പയിലും മർക്കാറയിലും ഒക്കെ കാണുന്ന സ്ത്രീരൂപങ്ങൾ പക്ഷേ ഈ വർണ്ണനകളിൽ നിന്ന് വിപരീതമാണ്, ദൈന്യത്തിൻ്റെ ഇരുണ്ട അടയാളങ്ങൾ പേറുന്നവയാണ് എന്നും അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഒരിക്കൽ മർക്കാറയിലെ പൊതുയോഗത്തിൽ ചെയ്ത പ്രസംഗത്തിൽ ജവഹർലാൽ നെഹ്റു കുടക് സുന്ദരികളുടെ വശ്യമായിട്ടുള്ള സൗന്ദര്യത്തെക്കുറിച്ച് പറയുണ്ടായി എന്ന് പറയുകയാണ്. പിന്നെ കുടകിലെ ടൂറിസം വികസനത്തെക്കുറിച്ച് പറയണം. അപ്പോൾ അടുത്ത കാലത്തൊന്നും കുടകിലെ ടൂറിസത്തിന് ഒരു വിപരീതമായിട്ടുള്ള ഫലം ഉണ്ടാവാനായിട്ട് സാഹചര്യമില്ല. ദക്ഷിണേന്ത്യയിലെ കാശ്മീർ എന്നാണ് പല ദേശക്കാരും ഇതിനെ വിളിക്കൽ എന്ന് പറയും. ബ്രിട്ടീഷുകാർ ഇതിനെ ഇന്ത്യയിലെ സ്കോട്ട്ലൻഡ് എന്ന് വിളിച്ചിട്ടുണ്ട്. ഇനി കുറ്റിയാട്ടൂരിലെ ആലപ്പട്ടി രഘു എന്ന് പറഞ്ഞ ഒരാളുടെ ഓർമ്മക്കുറിപ്പാണ് പറയുന്നത്. അതായത് 1980 ആദ്യമായിട്ട് അയാൾ ചിഞ്ചീരിക്കോട്ട ചന്തയിലേക്ക് പോയത്. അപ്പോൾ ചിഞ്ചീരിക്കോട്ട ചന്തയിൽ നിന്ന് ഉഴവുകാളകളെയും വാങ്ങിയിട്ട് പെരിയപ്പട്ടം, തിത്തിമത്തി, ഗോണിക്കൊപ്പ, പെരമ്പാടി, മേമനക്കൊല്ലി, മാങ്കൂട്ടം വഴി 4 ദിവസത്തെ യാത്ര കൊണ്ടാണ് നാട്ടിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ അയാളിങ്ങനെ പങ്കുവയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കാളകൾ കൊണ്ട് നിലമുഴുന്ന ഏർപ്പാടില്ലാത്തതുകൊണ്ട് ഈ കാള വാങ്ങലും ഒക്കെ ഇല്ലാതെ, പക്ഷേ രഘുവിന് ഇപ്പോഴും ചിഞ്ചിരിക്കോട്ട ചന്തയ്ക്ക് ഒന്നുകൂടി പോവാൻ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ റെഡിയാണ് എന്ന് പറയും. കേരളത്തിൽ നിന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോലി അന്വേഷിച്ചും കുടകിലേക്ക് പോയിക്കൊണ്ടിരുന്നവരിലെ പാവപ്പെട്ട തൊഴിലന്വേഷകർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളിലെ താഴ്ന്ന ജാതിക്കാരുമാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നത്തെ പട്ടിണി മാറ്റാനായി ഇതൊരു വലിയ ഉപകാരമായിരുന്നു എന്ന് പറയണം. അച്ഛൻ പേട്ടയ്ക്ക് പോയ പോലെ എന്നുള്ളൊരു പ്രയോഗം തന്നെ ഇതിൽ നിന്നാണ് ഉണ്ടായത്. പിന്നെ അങ്ങനെ തോട്ടപ്പണിക്ക് പോയിട്ടുള്ള മാട്ടുലിലെ സ്റ്റീഫേട്ടനെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് 4 അണയായിരുന്നു കൂലി, ഇന്നത്തെ 25 പൈസ. അപ്പോൾ ഒരു മാസം പണിയെടുത്താൽ 7.5 ഉറുപ്പ്യ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ കൃഷിപ്പണിയെക്കുറിച്ചും പിന്നെ സ്റ്റീഫേട്ടൻ പണിയെടുത്തിരുന്ന മുതലാളിയെക്കുറിച്ചും, അപ്പോൾ സ്റ്റീഫേട്ടൻ്റെ ജോലികളുടെ അതിവൈദഗ്ധ്യമൊക്കെ കണ്ടിട്ട് അദ്ദേഹം നിർത്തിപ്പോന്നതിന് ശേഷം മുതലാളി വിളിച്ചതിന് 2-3 പ്രാവശ്യം തിരിച്ചു വിളിച്ചതിനെക്കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്.
അപ്പോൾ ഈ പണിക്കാരിൽ അങ്ങനെ ചിലവരൊക്കെ മുതലാളിമാർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അവരൊക്കെ സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കൊക്കെ പറഞ്ഞയച്ചു. അങ്ങനെ പോയവരൊക്കെ പണക്കാരായി തീർന്നിട്ടുമുണ്ട്. അപ്പം അങ്ങനെ പണക്കാരനായി തീർന്ന ഒരാളാണ് കാഞ്ഞിരൻ. കോപ്പ് കാഞ്ഞിരൻ എന്നാണ് അയാളെ നാട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പ് കാഞ്ഞിരൻ താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് സമൂഹത്തിൽ നിന്നും ഇഷ്ടം പോലെ പണം ഉണ്ടെങ്കിൽ ജാതീയമായിട്ടുള്ള വിവേചനം നേരിടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അടുത്ത തലമുറയെങ്കിലും നന്നാവാനായിട്ട് അദ്ദേഹം അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചു. പക്ഷേ സ്കൂൾ വേണ്ട വിധത്തിൽ വിജയിച്ചില്ല എന്ന് പറയും. ജാതി വിവേചനം കുടകിൽ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നേർക്കാഴ്ച പൊക്കുടൻ്റെ കണ്ടൽ കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്നുള്ള ആത്മകഥയിൽ പറയുന്നുണ്ട്. അപ്പോൾ കുടകിൽ അന്ന് മലയാളികൾ പോയി കാശ് സമ്പാദിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അവിടുത്തെ ജീവിതം ചില മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് അവിടെ കൂട്ടിച്ചേർക്കുകയാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്നുള്ളൊരു മോചനം എന്ന് വിചാരിച്ചിട്ടാണ് പലരും അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇനി കതിനൂർ എന്ന് പറയുന്ന കഥനത്തിൻ്റെ ഊരിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കഥനം എന്ന് പറഞ്ഞാൽ യുദ്ധം, അതായത് ഭഗവതി ഒരു കാളകൂട്ടൻ്റെ രൂപത്തിൽ വന്ന അസുരനെ വാളുകൊണ്ട് വെട്ടി 7 തുണ്ടമാക്കി എറിഞ്ഞ സ്ഥലം. കഥനൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ദിവസം 7 സ്ഥലത്ത് തീ കൂട്ടുന്നത് അതുകൊണ്ടാണ് എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോൾ ഈ കതിനൂരിന് പല പേരുകളുണ്ട് എന്ന് പറയുകയാണ്. കതിനൂര്, കതുവന്നൂര് അങ്ങനെയൊക്കെ. അപ്പോൾ മലയാളികൾ കേരളത്തിലുള്ളവർക്കും കുടകിലുള്ളവർക്കും ഒരുപോലെ കതിനൂരാണ് പറയും. ഇനി കതിവന്നൂർ വീരനെ കുറിച്ച് പറയുന്നുണ്ട്. പറശ്ശിനിക്കടവിനടുത്തുള്ള മാങ്ങാട് ദേശത്ത് ജനിച്ച മന്തപ്പനാണ് മരണാനന്തരം കതിവന്നൂർ വീരൻ എന്ന ദൈവമായിട്ട് തീർന്നത്. അപ്പോൾ മന്തപ്പനെ കുറിച്ച് പറയുന്നത്, മന്തപ്പൻ കുറേ പ്രായമായിട്ടും കുട്ടിക്കളി ഒന്നും മാറാതെ അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പം അച്ഛൻ അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് അവൻ ചങ്ങാതിമാരോടുകൂടെ കതിവന്നൂരിൽ തൻ്റെ അമ്മാവനെ കാണാൻ പോയി. ചങ്ങാതിമാരവനെ വഴിയിൽ ഉപേക്ഷിച്ചു. അങ്ങനെ അമ്മാവൻ്റെ വീട്ടിൽ എത്തിച്ചേരുകയാണ്. അപ്പം അങ്ങനെ അമ്മാവനെയൊക്കെ അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് അവിടെ സുഖമായിട്ട് ജീവിച്ചു. പിന്നെ കുറച്ച് പറമ്പ് അവർ വീതിച്ചു കൊടുത്തതിൽ നന്നായി പണിയെടുത്ത് ഇഷ്ടം പോലെ കാർഷിക വിഭവങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടുന്ന് ഒരു കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. ഒരിക്കലും എണ്ണ വിൽക്കാൻ പോയിട്ടുള്ള മന്തപ്പൻ മുത്താർമുടി കുടകരുമായിട്ട് ഏറ്റുമുട്ടിയും. എന്നിട്ട് ഒരു ദിവസം രാത്രി തിരിച്ചു വന്നില്ല. അപ്പോൾ ഭാര്യ വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അങ്ങനെ അദ്ദേഹം ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴാണ് കുടകരുടെ പടവിളി കേട്ടത്. അപ്പോൾ പടവിളി കേട്ടാൽ പിന്നെ ആണുങ്ങൾക്ക് ചോറുണ്ണാൻ യോഗ്യത അല്ല എന്നാണ് അവരുടെ വിശ്വാസം. അപ്പം അങ്ങനെ പടക്കളത്തിൽ പോയ മന്തപ്പനെ അവർ ഛിന്ന ഭിന്നമാക്കി വെട്ടി നുറുക്കും. അപ്പോൾ എല്ലാവരുടെയും ആ ചിതയിൽ തന്നെ ചാടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും അവരുടെ ശവദാഹമൊക്കെ കഴിഞ്ഞ് ചെന്നപ്പോഴും കുളിക്കാനായിട്ട് ചെന്നപ്പോൾ ആ പുഴയുടെ ഒരറ്റത്ത് നിന്ന് മന്തപ്പനും ചെമ്മരത്തിയും കുളിക്കുന്നതായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ കുളിക്കുന്നതായിട്ട് അവരിൽ ഒരാൾ കാണുകയാണ്. പിന്നെ അവരുടെ ഒരു മോതിരവും ചെറുവിരലൊക്കെ ചെന്ന് വീണ സ്ഥലത്ത് കദളിവാഴ നിന്ന് ഇങ്ങനെ ഇളകാനായിട്ട് തുടങ്ങി. അങ്ങനെയൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു പരിവേഷം വരികയാണ്. ഇനി കതിവന്നൂർ വീരൻ്റെ ശോകനിർഭരമായിട്ടുള്ള ഈ കഥയ്ക്ക് 2 നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് എന്ന് പറയണം. വീരരാജൻ പേട്ടയ്ക്കും പോയെണ്ണ മാറി എന്ന വരി പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതല്ലേ, അല്ലെങ്കിൽ മന്തപ്പൻ്റെ കുടകുവാസം 1791 ശേഷമാകാനേ വഴിയുള്ളൂ എന്ന് ലേഖകൻ പറയുന്നു. അപ്പോൾ 200 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മന്തപ്പൻ്റെ ജീവിതം അവിടെ ഉണ്ടായിരുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു ഓർമ്മ അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആരംഭത്തിൽ പരാമർശിച്ച ഉത്തയ്യ അദ്ദേഹത്തെ കാണുന്നത് 2006 ജൂൺ മാസത്തിലാണ്. അപ്പോൾ അന്ന് ഈ വീരനെക്കുറിച്ച് ഉത്തയ്യ തന്ന വിവരണങ്ങൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വിവരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഉത്തയ്യെ കാണുന്നതിന് മുമ്പ് കതനൂർക്കാരൻ തന്നെ ചെങ്കപ്പ എന്നൊരാളെയും ലേഖകൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളും അയാളുടെ ബാല്യകാലത്തിലുള്ള വീരനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചു. പിന്നെ അവിടെ പരിചയപ്പെട്ട ശങ്കരൻ നമ്പൂതിരി എന്ന് പറയുന്ന ഒരാളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. അദ്ദേഹം ഈശ്വരവിശ്വാസി ആയിരുന്നു, പക്ഷേ ജ്യോതിഷവും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിസ്സാര കാര്യങ്ങൾ കൂടി പ്രശ്നം വയ്ക്കാൻ വന്നിട്ടുള്ള ആളുകളെയും അതേപോലെ
കൃഷിയിടത്തിൽ എലിശല്യത്തിന് എന്താണ് പരിഹാരം എന്ന് പ്രശ്നം വയ്ക്കാൻ വന്ന ആളെയൊക്കെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പിന്നെ കതിവന്നൂർ വീരനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വന്നതെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് വിവരങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു കാളമ്മൻ എന്ന് പറഞ്ഞ ഒരാൾ, അപ്പോൾ അയാളുടെ കുടുംബക്കാരനാണ് ഈ മന്തപ്പൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോടനെ ചോദിച്ചറിയാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ മന്തപ്പൻ്റെ ഓർമ്മകളും ശേഷിപ്പുകളും ഒന്നും തന്നെ ഇവിടെ ഇല്ല. ഉണ്ടായിരുന്നൊരു വാളും വട്ടച്ചങ്ങലയൊക്കെ ഇവിടുന്ന് ആരൊക്കെ കൊണ്ടുപോയി വിറ്റ് അതൊക്കെ ഭണ്ഡാരത്തിലിട്ടു. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നും കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ശങ്കരൻ നമ്പൂതിരിക്ക് തൻ്റെ നാട്ടുകാരൻ എന്നുള്ള നിലയിൽ നമ്മളുടെ ലേഖകനോട് ഒരു താല്പര്യം തോന്നുകയാണ്. അപ്പോൾ തൊഴിൽ പൂജാരിയും ജ്യോതിഷമൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് മതാതീതമായൊരു മാനവികതാബോധത്തോടെയും തെളിഞ്ഞ യുക്തിബോധത്തോടെയുള്ള പെരുമാറ്റം ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് ഇങ്ങനെ മനസ്സിലായി എന്ന് പറയും. കുടകരുടെ ജീവിതം, സംസ്കാരം, കുടക് സമൂഹം അനുഭവിക്കുന്ന പുതിയ പ്രതിസന്ധികൾ എന്നിങ്ങനെയുള്ള സംഗതികളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം ലേഖകനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഒരു പൂജാരിയാണ്, ജ്യോതിഷക്കാരനാണ്, അങ്ങനെയാണെങ്കിലും അദ്ദേഹം മുമ്പ് യുക്തിവാദിയായിരുന്നു എന്നും പറഞ്ഞു ശങ്കരൻ നമ്പൂതിരി. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ യുക്തിവാദം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടാൽ മനസ്സിലാവും. അപ്പോൾ പിന്നെ അവിടുത്തെ കുടകിലെ ലേഖകന് അന്ന് അനുഭവപ്പെട്ട തണുപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ശങ്കരൻ നമ്പൂതിരിയുടെ വീട്ടിൽ കഴിഞ്ഞതും അവിടെ തണുപ്പ് കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ എഴുന്നേറ്റിരുന്ന കാര്യങ്ങളൊക്കെയാണ് പിന്നെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ 10-15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്നത്. അപ്പോൾ ശങ്കരൻ നമ്പൂതിരി മരിച്ചുപോയി എന്നുള്ള വിവരം അദ്ദേഹത്തിന് അറിയാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ കതിനൂരിലില്ല. വീടിൻ്റെ കോലായിലെ പണ്ട് നമ്പൂതിരിയുടെ ഭാര്യയും മകളും ഒക്കെ ഇരിക്കാറുണ്ടായിരുന്ന സ്ഥലത്തെ ക്ഷേത്രത്തിലെ പുതിയ പൂജാരിയായ തെലുങ്കു ബ്രാഹ്മണൻ്റെ പെൺകുട്ടികൾ ഇരുന്ന് അങ്ങനെ മാല കെട്ടുന്നത് ഇദ്ദേഹത്തിന് കാണാനായിട്ട് പറ്റി. അപ്പോൾ കഥനം എന്ന വാക്കിന് യുദ്ധം എന്നുള്ള അർത്ഥമാണ് നമ്മളെ കുടക് കുറിപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് ദുഃഖം എന്നുള്ള ഒരു അർത്ഥം ഉണ്ട്. അപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ കഥ കേട്ടപ്പോൾ ആ ഒരു അർത്ഥമാണ് നമ്മളുടെ ലേഖകന് മനസ്സിലേക്ക് വന്നത്. വിരാജ്പേട്ടയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുള്ള ഒരു ചെറു പട്ടണമാണ് ഗോണിക്കോപ്പാൽ അഥവാ ഗോണിക്കൊപ്പ എന്ന് പറയുന്നത്. അപ്പോൾ ചെറുതാണെങ്കിലും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ്. ചന്ത ദിവസമാണെങ്കിൽ പറയാനുമില്ല. തോട്ടത്തൊഴിലാളികളും ആദിവാസികളും വഴിവാണിഭക്കാരും ഒക്കെ വെറുതെ ഇങ്ങനെ ചുറ്റിത്തിരിയുന്ന ഒരു സ്ഥലം. അപ്പോൾ 1985 അദ്ദേഹം ഗോണിക്കൊപ്പയിലേക്ക് നടത്തിയ ഒരു യാത്രയെക്കുറിച്ചാണ് ലേഖകൻ പറയുന്നത്. അപ്പോൾ ബ്രണ്ണൻ കോളേജിൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന സുരേഷ് അവിടെ ഹിന്ദി അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടും കുറച്ച് കുടകരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുമാണ് അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞ് കോളേജ് കണ്ടുപിടിച്ച് ചെന്നപ്പോഴേ ഈ സുഹൃത്ത് അന്ന് അവിടുന്ന് റിലീവായി പോയി എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഇങ്ങനെ ആലോചിച്ചു നിന്നു. ഏതായാലും അദ്ദേഹത്തിൻ്റെ ലോഡ്ജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് അയാൾ പോയി എന്നാണ് അറിഞ്ഞത്. അങ്ങനെ അന്ന് ആ ലോഡ്ജിൽ തങ്ങി പിറ്റേ ദിവസം അവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയപ്പോൾ ഒരു പാർട്ടി ഓഫീസ് ഉണ്ട്. അവിടെ ആദ്യം 1-2 പ്രാവശ്യം അവിടെ കയറി ചെന്നപ്പോൾ 2-3 ആളുകൾ ഇങ്ങനെ ഇരുന്ന് കളിക്കുക മാത്രമേ ഇവരെ കാര്യമാക്കുന്നില്ല. 3-ാം പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ കുറച്ചും കൂടി ആൾക്കാരുണ്ടായിരുന്നു. മുഹമ്മദ്, ജോൺസൺ, ഫിലിപ്പോസ് തുടങ്ങിയിട്ടുള്ളവർ. അപ്പോൾ ഫിലിപ്പോസ് തലശ്ശേരിയിൽ നിന്നാണ് ഇവർ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവരുമായിട്ട് കൂടുതൽ സംസാരിക്കാനും അടുത്ത ഇടപഴകാനും ഒക്കെ താല്പര്യം കാണിച്ചു. അങ്ങനെ ഫിലിപ്പോസിനെ പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൂടുകയാണ്. എന്നിട്ട് അവരുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ അറവത്തൊക്കിൽ എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ മുഴുവനും വയലായിരുന്നു, പണിക്കാർ ആണ് കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. പിന്നെ DYFI ഓഫീസ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ഒരാളാണ് ഫിലിപ്പോസ്. അപ്പോൾ ഫിലിപ്പോസ് 2-3 മണിക്കൂർ ഇടതടവില്ലാണ്ട് ഇവരോട് സംസാരിച്ച് കുടകിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ ഇന്നത്തെ അവസ്ഥകളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു.
അപ്പോൾ അവിടുത്തെ CPIMൻ്റെ അവസ്ഥ എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അവർക്ക് നന്നായി മനസ്സിലായി. മുതലാളിമാരുടെയും ജന്മിമാരുടെയും കിങ്കരന്മാരെ എപ്പോഴും തോക്കുമായിട്ട് വന്നവരെ ഭീഷണിപ്പെടുത്തും. ഇവിടുത്തെ നേതാവായിട്ടുള്ള ദിവാകരേട്ടൻ്റെ പേരിൽ 15 കേസുകളുണ്ട് എന്ന് പറഞ്ഞു. ഫിലിപ്പോസിൻ്റെ പേരിലും 13 എണ്ണം ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് ഒരു ഷൂ വാങ്ങാനും കൂടി പണമല്ല എന്നാണ് അയാൾ പറയുന്നത്. അപ്പം ഇന്നത്തെ കേരളത്തിലെ പാർട്ടിക്ക് ഇതൊക്കെ ആലോചിക്കാനായിട്ട് പറ്റുമോ എന്ന് ഫിലിപ്പോസ് ചോദിക്കുക. പിന്നെ ഫിലിപ്പോസ് ഇവിടുത്തെ പാർട്ടിയെക്കുറിച്ച്, അതായത് കേരളത്തിലെ പാർട്ടിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരുന്നു. പിന്നെ EMSഉം ഭവനും തമ്മിൽ എപ്പോഴും എന്തോ തർക്കം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യുക്തിവാദത്തിൻ്റെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്തിനാണ് തർക്കിക്കുന്നതെന്നൊക്കെ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലെ പാർട്ടിക്കാർക്കിടയിൽ ശബരിമല ഭക്തന്മാരെ വർഷം തോറും കൂടി വരുന്നതിനെ പറ്റിയും ഒക്കെ ഫിലിപ്പോസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മളും കുടകുകാരും തമ്മിൽ ഏകദേശം 40 വർഷത്തിൻ്റെയും 40 കൊല്ലത്തിൻ്റെയെങ്കിലും അന്തരമുണ്ട് എന്ന് ഇതൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ലേഖകന് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് വിശ്വാസത്തിൻ്റെയും വിശ്വാസ നഷ്ടത്തിൻ്റെയും പ്രശ്നത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അന്തരം കൂടിയാണ് ഫിലിപ്പോസിൻ്റെ വാക്കുകൾക്കും അവയിൽ തുടിച്ചു നിന്ന ആവേശത്തെ ഏറ്റുവാങ്ങാനുണ്ടായിട്ടുള്ള ഇവർക്ക് ഇടയിലുള്ള ഒരു ചെറിയ വിടവ് സൃഷ്ടിച്ചത്. കാരണം അവരുടെ ഇന്നത്തെ അവസ്ഥയും നമ്മളുടെ ഇന്നത്തെ അവസ്ഥയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് സുഹൃത്തുക്കളും 80കളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന തോട്ടം തൊഴിലാളികളും അസംഘടിത തൊഴിലാളികൾക്കും മറ്റും ആവശ്യ വിഭാഗങ്ങൾക്കൊക്കെ ഇടയിലാണ്. പിന്നെ തോട്ടമുടമകളും ജന്മിമാരും ഒക്കെ അതിസമ്പന്നമായിട്ടുള്ള ഒരു വിഭാഗത്തോടും അത്തരത്തിൽ സമരങ്ങൾ ആവശ്യപ്പെടുന്ന രാഷ്ട്രീയമായിട്ടുള്ള ഉറപ്പും ആത്മധൈര്യവും അച്ചടക്കവും ഒക്കെ ഫിലിപ്പോസിൻ്റെ സ്വഭാവത്തിൽ വേണ്ടുവോളം ഉണ്ട്. അപ്പം അങ്ങനെ പാർട്ടി സജീവമായിരുന്ന കാലത്തുണ്ടായിരുന്ന അതേ ധൈര്യവും ആർജവും ഒക്കെ ഫിലിപ്പോസ് ഇപ്പോഴും ഇങ്ങനെ നിലനിർത്തുന്നുണ്ട്. ആദിവാസി ഭൂമി തട്ടിയെടുക്കൽ, കുടകിലെ ചില പ്രശ്നങ്ങളിൽ ഇന്നും നിലനിൽക്കുന്ന അടിമവേല, പോലീസ് സ്റ്റേഷനിലെ പോലീസ് മരണം എന്നിങ്ങനെയുള്ള സംഭവങ്ങളെ കുറിച്ചൊക്കെ ഫിലിപ്പോസിൻ്റെ റിപ്പോർട്ടുകൾ പല പ്രമാണിമാരെയും വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നു എന്ന് പറയും. അപ്പം അങ്ങനെ 1998 ജൂലൈയിൽ അദ്ദേഹത്തിനെതിരെ ഒരു ഗുണ്ട ആക്രമണം തന്നെ നടത്തുകയുണ്ടായി. രാത്രിയിൽ സായുധരായിട്ട് വീടിന് മുന്നിൽ വന്നിറങ്ങിയ 5 അംഗ സംഘത്തിൻ്റെ ആക്രമണത്തിൽ നിന്നും ഫിലിപ്പോസ് വളരെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയണം. മൽപ്പിടുത്തത്തിനിടയ്ക്ക് ആക്രമികളിൽ ഒരാൾക്ക് പരിക്കേറ്റു. പോലീസ് ഫിലിപ്പോസിനെതിരെ കേസെടുത്തു. അയാളെ വിരാജ്പേട്ട ജയിലിൽ അടച്ചു. സംഭവത്തിൽ കുടക് ജേർണലിസ്റ്റ് അസോസിയേഷനും കുടക് സേവാ സമിതിയൊക്കെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയപ്പോഴാണ് അയാളെ നിശബ്ദനാക്കാൻ പറ്റില്ല എന്ന് അധികാരികൾക്ക് ബോധ്യമായത്. അപ്പോൾ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഫിലിപ്പോസ് മാത്യു ഒരു ഏകദേശം ഒരു 20 കൊല്ല കാലമായിട്ടുണ്ട് അവിടെ ജീവിക്കാനായിട്ട് തുടങ്ങിയിട്ട് എന്ന് പറയണം. അപ്പോൾ കുടക് അദ്ദേഹം കോഫി ലാൻഡ് ന്യൂസിൻ്റെ ലേഖകനാണ്. അപ്പോൾ അതിന് ശേഷമാണ് അവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ തന്നെ അദ്ദേഹം പത്രത്തിൽ എഴുതിയിട്ട് അങ്ങനെ പുറം ലോകം അറിയാനായിട്ട് തുടങ്ങിയത്. പിന്നെ അവിടുന്ന് പോരുമ്പോഴേ അറവത്തൊക്കിലിൽ നിന്ന് മടങ്ങുമ്പോഴേ കുട്ടപ്പ നമ്പ്യാരെ ഓർത്തു എന്ന് പറയാണ്. അതായത് സിദ്ധാപൂരിൽ നിന്ന് അനേക വർഷക്കാല സംസാരം എന്നുള്ള പേരിൽ ഒരു മലയാള പത്രം അദ്ദേഹം ഇങ്ങനെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാരികയായുമൊക്കെ പുറത്തിറക്കിയ ആളാണ് മരിച്ചു പോയിട്ടുള്ള CH കുട്ടപ്പ നമ്പ്യാർ. അപ്പോൾ ആദ്യം അത് പത്രമായിട്ട് പിന്നെ വാരികയ്ക്ക് മാറ്റി. അപ്പോൾ കഥാകൃത്ത് P. സുരേന്ദ്രനാണ് തൻ്റെ കുടക് യാത്രക്കിടയിലെ നമ്പ്യാരെ പരിചയപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് ആദ്യമായിട്ട് കുറിപ്പെഴുതിയത്. അപ്പോൾ കുടകിലെ മലയാളികൾക്കും മറ്റ് പീഡിതർക്കും വേണ്ടി സാഹസികമായി ശബ്ദമുയർത്തിയ പത്രമായിരുന്നു സംസാരം. അപ്പോൾ അതുപോലൊരു പത്രം സ്വാഭാവികമായും ഉണ്ടാക്കാവുന്ന സാമ്പത്തിക നഷ്ടവും ദുരിതങ്ങളും താങ്ങാൻ പറ്റാതായപ്പോഴും കുട്ടപ്പ നമ്പ്യാർ തൻ്റെ വാർദ്ധക്യ കാലത്ത് 80കളുടെ പാതിയിൽ ഈ സംസാരത്തിൻ്റെ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇനി ആത്മീയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അതായത് പ്രാചീനമായിട്ടുള്ള ദാരുശില്പങ്ങൾ, മൺപാത്രങ്ങൾ, മരത്തിൽ തീർത്ത പഴയകാല വീട്ടുപകരണങ്ങൾ, മുളംകുറ്റികൾ, നന്നേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഒരു ഇടുങ്ങിയ മുറിയിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഗോണിക്കൊപ്പയിലെ ആത്മീയ എന്നുള്ള പേരിൽ അരവിന്ദ ആര്യ നടത്തി വന്നിരുന്ന ഒരു സ്വകാര്യ ഗവേഷണ കേന്ദ്രമാണ്.
അപ്പോൾ അതിന് അരവിന്ദ ആര്യയും അദ്ദേഹത്തിൻ്റെ ഭാര്യ തുളസി ദേവി റിസർച്ച് സെൻറ്റർ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് പുരാവസ്തുക്കൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ സൗകര്യങ്ങളെ കൊണ്ട് പരമ ദരിദ്രമായിരുന്നു അതിൻ്റെ അവസ്ഥ. അപ്പോൾ സർക്കാരിൽ നിന്നോ ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളിൽ നിന്നോ യാതൊരുവിധ സഹായം സ്വീകരിക്കാതെ ഈ ദമ്പതിമാരെ കുടകിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി പല വർഷക്കാലത്തെ പ്രവർത്തനം കൊണ്ട് ശേഖരിച്ചവയായിരുന്നു ആത്മീയയിലുള്ള ഈ പുരാവസ്തുക്കളൊക്കെ തന്നെ. അപ്പോൾ 87 ആദ്യമായിട്ട് കാണുമ്പോൾ അരവിന്ദ ആര്യയുടെയും തുളസി ദേവിയുടെയും ജീവ ചുറ്റുപാടുകൾ വല്ലാതെ പ്രയാസം നിറഞ്ഞതായിരുന്നു എന്ന് പറയണം. 2 കുട്ടികൾക്കും അവർക്കും കൂടി താമസിക്കാനുള്ള വീട്, പിന്നെ ഒരു ഗവേഷണ കേന്ദ്രത്തിനുമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 4 ആൾക്കും കൂടിയുള്ള ജീവിത ചെലവിന് ആകെ ഉണ്ടായിരുന്ന വരുമാനം എന്ന് പറയുന്നത് അരവിന്ദ് നടത്തുന്ന ട്യൂഷനായിരുന്നു.